അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകാനൊരുങ്ങി രാജ്യം. AICC ആസ്ഥാനത്ത് ഇന്ന് പൊതുദർശനം, നാളെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, പൊതുദർശനം AICC ആസ്ഥാനത്താണ്, അതെപ്പോഴാണ് ആരംഭിക്കുക? ശരത്ത്, നാളെയോടെ ആയിരിക്കും പൊതുദർശനം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇന്ന് എന്തായാലും നേതാക്കളെല്ലാം തന്നെ ഉച്ചയോടെ ആയിരിക്കും ഈ വസതിയിലേക്ക് എത്തുക. ഇപ്പോൾ മോത്തിലാൽ നെഹ്റു നഗറിൽ ാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവസാനമായി കാണുന്നതിന് വേണ്ടിയിട്ടും അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നിരവധിയായിട്ടുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ എല്ലാ നേതാക്കളും ഇതിനോടകം വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മുൻ പ്രധാനമന്ത്രിയും വിദഗ്ധൻ എന്ന നിലയിൽ വലിയ പ്രസക്തി ആർജിച്ചിട്ടുള്ള അദ്ദേഹം ഈ രാജ്യത്തോട് വിട പറഞ്ഞത്. അത് രാജ്യത്തിന് വലിയ തീരാ നഷ്ടം എന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാം തന്നെ ഓർമ്മിച്ചെടുക്കുന്നത്. ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും മോശപ്പെട്ട ഒരു ഘട്ടത്തിൽ നിന്നും അതിനെ ഏത് തരത്തിൽ പൊളിച്ചു വാർക്കാം എന്നതിൽ കൃത്യമായൊരു ദീർഘവീക്ഷണമുള്ള നേതാവ് എന്ന നിലയിൽ, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിലൊക്കെ തന്നെയും മൻമോഹൻ സിംഗിനെ ഓർത്തെടുക്കുകയാണ് ഓരോ നേതാക്കളും. അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനു വേണ്ടി എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി തന്നെയാണ്. AICC ആസ്ഥാനത്ത് നാളെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുക. അതോടൊപ്പം രാജ്ഘട്ടിന് സമീപമായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുക. ഇതിന്റെ ഭാഗമായി ഇന്ന് സർക്കാർ എല്ലാ പൊതുപരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് 7 ദിവസത്തെ ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ വന്നിട്ടുള്ള എല്ലാ വിമർശനങ്ങളെയും ജനാധിപത്യ മര്യാദകളോടുകൂടി സ്വീകരിച്ച ഒരു നേതാവ്, അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധയാകർഷിച്ചിരുന്നു. എല്ലാ നേതാക്കളും അത്തരത്തിലാണ് ഓർത്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഓരോ സമീപനം, ഉദാരവൽക്കരണ നയങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെയും ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ മര്യാദയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പാടവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെയും അദ്ദേഹത്തെ ഓരോ നേതാക്കളും ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്ന് ഓരോരുത്തരുടെയും വാക്കുകളിൽ തെളിയുന്നു. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ, അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ വഴികാട്ടിയാണ്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു പരുക്കനായ നേതാവായിരുന്നില്ല ഒരിക്കലും ഡോക്ടർ മൻമോഹൻ സിംഗ്. അതിനപ്പുറത്തേക്ക് ഒരു ശാന്തനായ സൗമ്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഏത് തരത്തിലാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയെ വളർത്തിയെടുക്കേണ്ടതെന്ന് എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ